ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ ഡേറ്റുകളൊക്കെ ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട ക്ലാസ്സുകളാണ് നിങ്ങളിതുവരെ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തു എപ്പോൾ ഭൂമിയിലേക്ക് വീണ്ടും വരും, ലോകാവസാനം എന്ന യാഥാർത്ഥ്യമാണോ, അങ്ങനെ ഒരു സംഭവമുണ്ടോ, അതിൻ്റെ കാലഘട്ടങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അത് സംഭവിക്കുക, ലോകാവസാന യന്ത്രത്തിലൂടെ, സ്വർഗത്തിൻ്റെ ഘടന തുടങ്ങിയ പ്രഭാത ഭക്ഷണം, ഇങ്ങനെ 2-3 പ്രോഗ്രാമുകളിൽ കൂടെ കർത്താവിൻ്റെ സുവിശേഷം ലോകത്തിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ കാലഘട്ടം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഡേറ്റുകളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇന്നലെ യാദൃശ്യമായിട്ട് യൂട്യൂബിലൊരു വാർത്ത കാണാനിടയുണ്ടായി. അത് കേരള കൗമുദി എന്ന ആ വാർത്താ ചാനലിൽ കൂടെ കേട്ട വാർത്തയാണ്. അതായത് ഭൂമിക്ക് നേരെ ഒരു വലിയ ചിഹ്നഗ്രഹം വരുന്നുവെന്നും ആ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചാൽ ഭൂമി 2 പിളരുമെന്നും ഒക്കെ ഉള്ള വാർത്തയാണ്. അത് നാസയിൽ കൂടിയാണ് വാർത്തകൾ ലോകത്തിന് കിട്ടുന്നത്. അങ്ങനെ ലോകം അതിൻ്റെ ആകുലതയും ഉത്കണ്ഠയും ഒക്കെ ആയിട്ടിരിക്കുന്നു. കമൻറ്റുകളിൽ അത് പറയുന്നു, അത് വരട്ടെ, അങ്ങനെ നശിക്കട്ടെ ലോകം. കാരണം ലോകത്ത് നടമാടുന്ന അക്രമവും അനീതിയും അശുദ്ധിയും ദുഷ്ടതയും ക്രൂരതയും ചതിയും വഞ്ചനയും വിശുദ്ധിയെ അശുദ്ധിയാക്കിക്കൊണ്ടും അശുദ്ധിയെ വിശുദ്ധിയാക്കിക്കൊണ്ടുള്ള പ്രക്രിയകൾ, നന്മ തിന്മകളെ വിവേചിക്കാൻ ബുദ്ധിമുട്ടുന്ന ലോകം, നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് മനുഷ്യൻ അന്താളിച്ച് നിൽക്കുന്ന അവസ്ഥ, സ്വർഗഭോഗം ശരിയാണെന്ന് കുറേ പേര് പറയുന്നു, അല്ലെങ്കിൽ കൊലപാതകം അത് കയ്യൊക്കൊള്ളവൻ കാര്യക്കാരൻ എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നു, നീതി എന്നത് സമൂഹത്തിൽ നിന്നും സഭയിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു. അങ്ങനെ അനീതിയുടെ ഒരു കുത്തൊഴുക്ക്, ദുഷ്ടതയുടെ ഒരു മലവെള്ളപ്പാച്ചിൽ സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും ലോകത്തും രാഷ്ട്രത്തും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ വാർത്ത ഇങ്ങനെ കേൾക്കുന്നത്. അത് ചിലർ കമൻറ്റ് പറയുന്നത്, അങ്ങനെ വരട്ടെ, എല്ലാം നശിക്കട്ടെ എന്ന് കമൻറ്റ് പറയുന്ന ആൾക്കാർ പറഞ്ഞു പോവുകയാണ്. അവരുടെ പറയാൻ താല്പര്യത്തോടെ അല്ല പറയുന്നത്, പക്ഷെ പറഞ്ഞു പോവുകയാണ്. പ്രിയ സഹോദരങ്ങളെ, എന്താണ് ഈ ചിഹ്നഗ്രഹം എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ടോ? ബൈബിൾ എന്ന ആ ചരിത്ര പുസ്തകവും ബൈബിൾ എന്ന യാഥാർത്ഥ്യ സത്യവും ബൈബിൾ വചനം എഴുതപ്പെട്ട വ്യക്തികളുടെ ദാർശനികതയും, അതായത് ഒരു മനുഷ്യൻ പ്രവാചകനായി മാറുന്നത് മനസ്സ്, ശരീരം, ആത്മാവും, അവൻ്റെ 3 തലവും വിശുദ്ധിയും പരിശുദ്ധിയും കൊണ്ട് നിറഞ്ഞു ലോകത്തിലെ ജഡവുമായിട്ടുള്ള ബന്ധങ്ങൾ ഒന്നുമില്ലാത്ത വിധം ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് മാത്രം നിറഞ്ഞു നിൽക്കുന്ന ചില വ്യക്തികളാണ് പ്രവാചകന്മാർ. അതായത് ചില മതങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ 5, 6, 8, 10 കല്യാണം കഴിക്കുകയോ, അല്ലെങ്കിൽ അന്യ ദൈവങ്ങളെ പാറയോ ചന്ദ്രനെയോ ഭൂമിയൊക്കെ ആരാധിക്കുകയോ, അല്ലെങ്കിൽ നമ്മുടെ സാങ്കല്പികമായ കുറേ ദൈവങ്ങളെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ആരാധിക്കുകയോ ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടുള്ള മതങ്ങളെക്കുറിച്ച്, അതിലെ നിൽക്കുന്ന ആളുകളെക്കുറിച്ചൊന്നുമല്ല ദൈവം അർത്ഥമാക്കുന്ന പ്രവാചകന്മാർ എന്ന് പറയുന്നു. പ്രവാചകന്മാർ എന്ന് പറയുമ്പോൾ തന്നെ പ്രവചിച്ച് പറയുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സിലെ കാര്യങ്ങൾ ദൈവം ആ വ്യക്തിയോട് നേരിട്ട് സംസാരിക്കുക, ഇങ്ങനെയൊക്കെ ചില രീതിയിലൊക്കെ അറിയിപ്പുകൾ കിട്ടുന്ന വ്യക്തികളാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ എന്ന് പറയുന്നത്. അത്തരം പ്രവാചകന്മാരിലൂടെ എഴുതപ്പെട്ട വചനത്തിൻ്റെ പരമസത്യങ്ങളെയാണ് ബൈബിൾ എന്ന് പറയുന്നത്, അഥവാ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത്. ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാർത്ത കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, അത് വെളിപാടിൻ്റെ പുസ്തകം 9-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ ഈ സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്രകാരമാണ് പ്രിയപ്പെട്ടവരെ, ചിഹ്നഗ്രഹം ഭൂമിയിലേക്ക് വരുന്നു, അത് ഭൂമിയുടെ ആ ഗുരുത്വാകർഷണത്തിലേക്ക് പ്രവേശിക്കും, അങ്ങനെ അത് ഭൂമി 2 പിളരും, 5 കോടി മനുഷ്യർ മരിക്കും. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ ദൈവം എഴുതി വെച്ച വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇത്തരം വചനങ്ങളെക്കുറിച്ച്, വാർത്തകളെക്കുറിച്ച് ഉണ്ടോ എന്ന് എല്ലാ മനുഷ്യർക്കും അറിയത്തില്ല. അല്ലെങ്കിൽ സഭയ്ക്കുള്ളിലോ സഭയ്ക്ക് പുറത്തോ ഉള്ള വ്യക്തികൾക്കും ഇതൊന്നും മനസ്സിലാക്കാൻ സാധിച്ചെന്നും വരികയില്ല. എന്നാൽ ദൈവവചനത്തെ അതിൻ്റെതായ രീതിയിൽ ഗ്രഹിക്കാൻ കഴിയുന്ന ചില വ്യക്തികൾ ഇതൊക്കെ മനസ്സിലാക്കുകയും ഇതുപോലെ പറയുകയും ചെയ്യാൻ സാധിക്കും. അത്തരം ഒരു വാർത്തയെക്കുറിച്ച് നമ്മൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇപ്രകാരമാണ്. അത് വെളിപാടിൻ്റെ പുസ്തകം 9-ാം അധ്യായം. ഞാൻ ആ വചനം അല്പം ഒന്ന് വായിച്ച് കേൾപ്പിക്കും, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും. 5-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഒരു നക്ഷത്രം വീഴുന്നത് ഞാൻ കണ്ടു. പാതാളത്തിൻ്റെ താക്കോൽ അതിന് നൽകപ്പെട്ടു. പാതാള ഗർത്തത്തിൻ്റെ താക്കോൽ അതിന് നൽകപ്പെട്ടു. അത് പാതാള ഗർത്തം തുറന്നു. അവിടെ നിന്ന് വലിയ തീച്ചൂളി നിന്ന പോലെ
പുക പൊങ്ങി. ആ പുക കൊണ്ട് സൂര്യനും അന്തരീക്ഷവും ഇരുണ്ടുപോയി. ആ പുകയിൽ നിന്ന് വെട്ടുക്കിളികൾ ഭൂമിയിലേക്ക് പുറപ്പെട്ടു. ഭൂമിയിലെ തേളുകളേതുപോലുള്ള ശക്തി അവയ്ക്ക് നൽകപ്പെട്ടു. നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യനെയല്ലാതെ മറ്റാരെയും ഭൂമിയിലെ പുല്ലിനെയോ പച്ച ചെടികളെയോ വൃക്ഷങ്ങളെയോ ഉപദ്രവിക്കരുതെന്ന് അവയോട് കൽപ്പിച്ചു. മനുഷ്യരെ കൊല്ലാനല്ല, 5 മാസം പീഡിപ്പിച്ച് ഞെരുക്കാനാണ് അവയ്ക്ക് അനുവാദം നൽകപ്പെട്ടത്. അവയുടെ പീഡനമാകട്ടെ തേള് കുത്തുമ്പോഴത്തതുപോലെ എന്ന വേദന. ആ നാളുകളിൽ മനുഷ്യർ മരണത്തെ തേടും, പക്ഷേ കണ്ടെത്തുകയില്ല. അവർ മരിക്കാൻ ആഗ്രഹിക്കും, എന്നാൽ മരണം അവരിൽ നിന്ന് ഓടിയകലും. ഇത്രയും ഭാഗമാണ് ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കണം, വലിയ മല പോലെ എന്തോ ഒന്ന് ഭൂമിയിൽ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു എന്നും, അപ്പോൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഒരു നക്ഷത്രം വീഴുന്നത് ഞാൻ കണ്ടു എന്നും, പാതാള ഗർത്തത്തിൻ്റെ താക്കോൽ അതിന് നൽകപ്പെട്ടു എന്നും, അത് പാതാള ഗർത്തം തുറന്നുവെന്നും എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാസ എന്ന ആ ശാസ്ത്രീയ നിഗമനങ്ങൾ നടത്തുകയും പഠിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ ശാസ്ത്രലോകം, ബഹിരാകാശത്തെക്കുറിച്ച് പഠിക്കുക, അതിനെപ്പറ്റി സംസാരിക്കാൻ കഴിയുന്ന ശാസ്ത്രലോകം പറയുന്നു വലിയൊരു ചിഹ്നഗ്രഹം ഭൂമിയിലേക്ക് വരുന്നു, അത് ഭൂമിയിൽ പതിക്കും, അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഭൂമി തകരും എന്നൊക്കെ പറയുന്നു. അത് ബൈബിളിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാൻ്റെ സുവിശേഷം വെളിപാടിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനമാണ് ഇപ്പോൾ ഞാൻ വായിച്ച് കേൾപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് സംഭവിക്കുമെന്നത് പരമസത്യം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ശരിക്കും അതിനെപ്പറ്റി പഠിച്ചാൽ, ഒരിക്കൽ ഒരു വാർത്താ ചാനലിൽ ഒരു സഹോദരൻ പറയുണ്ടായി, ഇനി ഏകദേശം 10 വർഷങ്ങൾ കൂടി ലോകമുള്ളൂ, ലോകം അവസാനിക്കാൻ ആയിട്ടുണ്ട്, ലോകാവസാനത്തിൻ്റെ വക്കിലേക്ക് ലോകം എത്തിക്കഴിഞ്ഞു. കാരണം ഭൂമിക്ക് നേരെ വലിയൊരു ഗ്രഹം വരുന്നുണ്ട്, അത് ഭൂമിയുമായിട്ട് ഇടിക്കും. അങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ ഭൂമി തകർന്ന് ഭൂമിയുടെ 1/3 അല്ലെങ്കിൽ ഭൂമിയുടെ പകുതിയോ നശിക്കും. ആ ഭാഗത്തുള്ള അത്തരം ആളുകൾ നശിക്കുമെന്നൊക്കെ പറയപ്പെട്ടിരിക്കുന്ന വാർത്തകളൊക്കെ ഇതിനു മുമ്പ് പല രീതിയിൽ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഈ ചിഹ്നഗ്രഹം എന്താണെന്നും അതെപ്പോഴാണ് ഭൂമിയിലേക്ക് വരുന്നതെന്നും അത് ഭൂമിയിൽ പതിക്കുമോ എന്നും വളരെ വ്യക്തമായി അതിൻ്റെ കാലഘട്ടത്തെ അനുസരിച്ച് കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് ഞാനിപ്പോൾ വായിച്ചത്. അപ്പോൾ ഈ ചിഹ്നഗ്രഹം എന്ന് പറയുന്നത് നക്ഷത്രമാണ്. പിന്നെ വേറെ ഒരു ഭാഗത്ത് വലിയ മല പോലെ എന്തോ ഒന്ന് ഭൂമിയിൽ നിബന്ധിക്കുന്ന ഞാൻ കണ്ടു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വചനമുണ്ട്, അത് ഞാൻ അല്പം കൂടി കണ്ടുപിടിച്ചിട്ട് ഞാൻ പറയാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇപ്പോൾ ഈ സംഭവം സത്യമാണ് എന്നത് ശരിയാണ്. അതായത് ഈ പാതാളത്തിൻ്റെ താക്കോൽ അതിന് നൽകപ്പെട്ടെന്നും പാതാള ഗർത്തം തുറന്നു എന്നും പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ ചോദിച്ചാൽ, ഈ ചിഹ്നഗ്രഹം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അന്നത്തെ നക്ഷത്രം, ആ നക്ഷത്രം ഭൂമിയിലേക്ക് പതിച്ചാൽ ഈ ഭൂമിയിലേക്ക് വീണ് കഴിഞ്ഞാൽ വീഴുന്ന ഭാഗത്തിൻ്റെ അത് ഭൂമിക്കുള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങി അങ്ങ് പോകും. ഭൂമിയുടെ അഗാധത്തിൽ ഭൂമിക്കുള്ളിൽ എന്താണ്? ലാവയാണ്. 2000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടുള്ള ലാവയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭൂമിയുടെ ഉള്ളിൽ അത് അവിടം വരെ ചെല്ലും. ഭൂമിയുടെ ഉള്ളിലേക്ക് ഈ നക്ഷത്രം ആഴ്ന്നിറങ്ങി വലിയൊരു ഗർത്തം, വലിയൊരു തുരങ്കം, വലിയൊരു കുഴി സൃഷ്ടിക്കപ്പെടുമെന്നും, അപ്പോൾ അത് പാതാളത്തിൻ്റെ അതായത് ഈ ലാവ ഉരുകിയ ലാവ കിടക്കുന്നത് പാതാളമാണെന്നാണ് പറയുക, പാതാളം. അപ്പോൾ പാതാളത്തിൻ്റെ അടുത്ത് വരുത്തുമ്പോൾ ഈ കുഴിയിൽ നിന്നും ഈ ദ്വാരത്തിൽ നിന്നും ഭൂമിക്ക് പുറത്തേക്ക് പുക പൊങ്ങുമെന്നും അതിലൂടെ ലാവ പുറത്തേക്ക് വരുമെന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പാതാള ഗർത്തത്തിൻ്റെ താക്കോൽ അതിന് നൽകപ്പെട്ടു. പാതാളത്തിൻ്റെ ഗർത്തം, അഗാധമായ ഗർത്തത്തിൻ്റെ താക്കോൽ, ഒരു താക്കോലിട്ട് തുറക്കുന്നത് പോലെ പാതാളം തുറക്കും ഈ നക്ഷത്രം വീഴുമ്പോൾ. അതിൽ നിന്ന് പുകയും തീയും ഗന്ധവും പുറത്തേക്ക് ഒഴുകി വരും. അത് അന്തരീക്ഷം മൂടും, സൂര്യനെ മറയ്ക്കും. ഒരു അണുബോംബ് ഭൂമിയിലേക്ക് വീഴുന്നത് പോലെ തന്നെ അതിനേക്കാൾ ഭയാനകമാണ്. അണുബോംബ് വീണാൽ ഈ അണുബോംബ് ഒരിക്കലും പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയില്ല. ഭൂമിയുടെ ഉപരിതലം ക്രമേണ കത്തിദ്രവിച്ചൊക്കെയാണ് പാതാളത്തിൻ്റെ ഗർത്തവും ഈ ഭൂമിയുടെ ഉപരിതലവും തമ്മിലുള്ള ഈ മൺപടലം മുഴുവൻ കത്തിപ്പോകുന്നത്. പക്ഷേ അത് ഈ അണുബോംബ് വീഴുന്നത് പോലെ തന്നെ ഈ നക്ഷത്രം ഭൂമിയിൽ നിബന്ധിക്കുമ്പോൾ, ഭൂമിയിൽ വീഴുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെളിപാടിൻ്റെ പുസ്തകം 9-ാം അധ്യായം 1-ാം തിരുവചനമെടുത്ത് വെച്ച് വായിച്ചാൽ പ്രിയപ്പെട്ടവരെ അതിനകത്ത് ഈ സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ തീച്ചൂളിൽ നിന്ന പോലെ അവിടുന്ന് പുക പൊങ്ങി. ആ പുക കൊണ്ട് സൂര്യനും അന്തരീക്ഷവും ഇരുണ്ടുപോയി. വെളിപാട് 3:9-3. ആ പുകയിൽ നിന്ന് വെട്ടുക്കിളികൾ ഭൂമിയിലേക്ക് പുറപ്പെട്ടു. അതിൽ നിന്ന് വെട്ടുക്കിളി, ഈ പുകയിൽ നിന്നും ഈ പാതാളത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചില ജീവികൾ, വെട്ടുക്കിളികൾ ഭൂമിയിലേക്ക് പുറപ്പെട്ടു വന്നുവെന്നും, ആ പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിലേക്ക് പുറപ്പെട്ടു വന്നു. ഭൂമിയിലെ തേളുകളുടേതുപോലുള്ള ശക്തി അവയ്ക്ക് നൽകപ്പെട്ടു. ഈ വെട്ടുകിളിയിൽ തേളിൻ്റെ ശക്തിയാണ്.
ഒരു പ്രത്യേക തേളാണെന്നാണ് സർവശക്തനായ ദൈവം ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഭൂമിയിലെ തേള് പോലുള്ള ശക്തി അവയ്ക്ക് നൽകപ്പെട്ടു. നെറ്റിയിൽ മുദ്രയില്ലാത്ത മനുഷ്യയല്ലാതെ മറ്റാരെയും ഉപദ്രവിക്കാൻ പാടില്ല എന്നും പറഞ്ഞു. നെറ്റിയിൽ യേശുവിൻ്റെ കർത്താവിൻ്റെ മുദ്രയുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല. കർത്താവിൻ്റെ മുദ്രയില്ലാത്തവരെയൊക്കെ ഈ തേളുകൾ കുത്തുമെന്നും അത് വലിയ വേദന സൃഷ്ടിക്കുമെന്നും ആ വേദന 5 മാസക്കാലം നീണ്ടു നിൽക്കുമെന്നും ആ കാലത്തിൻ്റെ വേദന സഹിക്കാൻ പറ്റാതെ മനുഷ്യൻ മരണത്തെ തേടുമെന്നും, എന്നാൽ മനുഷ്യൻ മരിക്കാതെ മരണം അവരിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് ഓടി അകന്നുകൊണ്ട് മനുഷ്യൻ മരിക്കാതെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം വരുമെന്നും, അപ്പോൾ അങ്ങനെ മരിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഈ ന്യൂറാലിങ്ക് പോലെയുള്ള ചില ശാസ്ത്രീയ ഉപകരണങ്ങൾ നമ്മുടെ തലയിൽ ഘടിപ്പിച്ചാൽ നമുക്ക് മരണമില്ലാത്ത അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ മരണമില്ലാത്ത അവസ്ഥ വന്നാൽ എന്തു സംഭവിക്കുന്നുവോ ഒക്കെ വ്യക്തമായി എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭാഗമാണ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഈ വായിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതിനെപ്പറ്റി എഴുതപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പരിധി വരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തൊരു ചോദ്യം വരുന്നത്, ഇതെപ്പോൾ സംഭവിക്കും എന്ന് നമ്മൾ ശാസ്ത്രലോകം പറയുന്നില്ല, നാസ അത് പറയുന്നില്ല. ഏത് കാലഘട്ടത്തിലാണിത് സംഭവിക്കുക, എപ്പോഴാണിത് സംഭവിക്കുക എന്ന് ഇത് ശാസ്ത്രലോകം നാസ പറയുന്നില്ല. അപ്പോൾ നാസയെ മനസ്സിലാക്കേണ്ട സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാസയ്ക്ക് വെളിപ്പെടുത്താൻ പറ്റാത്ത ചില കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാനത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം. 5 മാസം മനുഷ്യരെ ഞെരുക്കി പീഡിപ്പിക്കാനാണ് ദൈവം അനുവദിക്കുന്നത്. കാരണം മനുഷ്യരുടെ തിന്മ, സത്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട്, യേശുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട്, രക്ഷയെ തള്ളിക്കളഞ്ഞുകൊണ്ട് അശുദ്ധിയെ സ്വീകരിക്കുന്ന കാലഘട്ടം വന്നു കഴിയുമ്പോൾ ദൈവം ഭൂമിയിലെ മനുഷ്യരെ ശിക്ഷിക്കുന്ന ഭാഗമാണിത്. അപ്പോൾ 5 മാസം മനുഷ്യരെ ഞെരുക്കി പീഡിപ്പിക്കാൻ അതിന് അനുവാദം നൽകപ്പെടുകയാണ്. അപ്പോൾ ആ 5 മാസം എപ്പോഴാണെന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. ആ 5 മാസം എന്ന് പറയുന്നത് 2033 ജൂലൈ മാസത്തിലാണ്. പ്രിയപ്പെട്ടവർ, 5 മാസത്തെ ഞെരുക്കത്തിന് ശേഷം പിന്നെ ചെയ്യുന്ന 5 മാസം കൂടെ മുന്നോട്ട് പോയെന്നാൽ 2033 യുഗാന്ത്യത്തിലേക്ക് എത്തും. 2003 യുഗാന്ത്യം അവസാനിക്കും. 2033 ഡിസംബർ 31 യുഗാന്ത്യമാണ്. ആ യുഗാന്ത്യത്തിൻ്റെ തൊട്ടു മുമ്പുള്ള 5 മാസം, അതായത് 2033 ജൂലൈ മാസത്തിൽ ഈ പാതാളഗർത്തത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുകയും ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് നിപതിക്കുകയും ചെയ്യും. അങ്ങനെ പാതാളത്തിൻ്റെ താക്കോലുകൾ ഇട്ട് തുറക്കുന്നത് പോലെ തുറന്ന് ഈ 5 മാസ കാലഘട്ടം, 5 മാസത്തോടെ കഴിഞ്ഞ് പൂർത്തിയായി കഴിയുമ്പോൾ 2033 ഡിസംബർ 31 വരും. 33 ഡിസംബർ 2033 ഡിസംബർ 31 പുറകിലുള്ള 5 മാസം. ആ 5 മാസം നമുക്ക് മനസ്സിലാക്കാം ജൂലൈ മാസമാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 5 മാസം കഴിഞ്ഞാൽ 33 പൂർത്തിയാകും. അതിനു മുമ്പുള്ള ജൂലൈ മാസം ആണ് ഈ സംഭവം നടക്കുന്നത്. 5 മാസം ജൂലൈ മാസത്തിൽ ഈ സംഭവം നടക്കും. പ്രിയപ്പെട്ടവരെ, ജൂലൈ മാസവും ഓഗസ്റ്റ് മാസവും വരുന്ന ആ കാലഘട്ടത്തിൻ്റെ ഏതെങ്കിലും ഒരു ദിവസത്തിൽ 5 മാസം കറക്റ്റായിട്ട് പറഞ്ഞാൽ ജൂലൈ മാസം കൃത്യമായിട്ട് ഈ സംഭവം നടക്കും. നടന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഓഗസ്റ്റ് ആദ്യമായിട്ട് ഇത് സംഭവിക്കും. പ്രിയപ്പെട്ട, ജൂലൈ മാസത്തിലോ ഓഗസ്റ്റ് മാസത്തിലോ ഈ സംഭവം നടക്കും. അതിനുശേഷം വരുന്ന 5 മാസം കഴിയുമ്പോൾ 2033 യുഗാന്ത്യമാകും. ആ യുഗാന്ത്യത്തിന് മുമ്പുള്ള 5 മാസം ഈ സാത്താൻ്റെ പ്രവൃത്തിപരമായിട്ട് ഈ ദുഷ്ടത ഭൂമിയിൽ സംഭവിക്കും. ആകാശത്ത്, ബഹിരാകാശത്ത് ആ സമയത്ത് ആണവ ആയുധങ്ങളുടെ സ്ഫോടനം നടക്കും. ആ സ്ഫോടനം നടക്കുന്നതിനോടുകൂടി നക്ഷത്രങ്ങൾ, ഭൂമിയുടെ അന്തരീക്ഷം വിറയ്ക്കുകയും തകരുകയും ചെയ്യും. അവിടെ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് നിപതിക്കും. അങ്ങനെ വലിയൊരു നക്ഷത്രം ഭൂമിയിൽ എത്തപ്പെടും. അത് പാതാളത്തിൻ്റെ താക്കോൽ ദ്വാരം പോലെയുള്ള ദ്വാരത്തിൽ കൂടെ പാതാളത്തിൻ്റെ ഗർത്തത്തിൻ്റെ താക്കോൽ പോലെ തുറക്കപ്പെടും. അവിടെ നിന്ന് തീയും ഗന്ധവും പുറത്തേക്ക് വരും. അതിന് വെട്ടുകളി പുറത്തേക്ക് വരും. അത് തേളുകുത്തുന്നത് പോലെ ആയിരിക്കും. 5 മാസം മനുഷ്യനെ പീഡിപ്പിക്കും. 5 മാസം മനുഷ്യൻ മരണത്തെ തേടും, എന്നാൽ മനുഷ്യൻ മരിക്കുകയില്ല. അത്രമാത്രം ഭയാനകമായ ഈ തേള് പോലത്തെ ഉപകരണം ഭൂമിക്ക് പുറത്തേക്ക് വന്ന് മനുഷ്യനെ പീഡിപ്പിക്കുമെന്നും, എന്നാൽ സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ളവരെ ഇത് തൊടുകയില്ലെന്നും തൊടാൻ ദൈവം അനുവദിക്കുകയില്ല എന്നും വിശുദ്ധത്തിൽ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഏതാണ്? പക്ഷേ മരണത്തെ കണ്ടതിൽ അവർ മരിക്കാൻ ആഗ്രഹിക്കും, എന്നാൽ മരണം അവരിൽ നിന്ന് ഓടിയല്ലോ. വെട്ടുക്കിളികൾ പടക്കോപ്പണിഞ്ഞ കുതിരകൾക്ക് സദൃശ്യമായിരുന്നു. ഈ വെട്ടുക്കിളികൾ എങ്ങനെയുള്ളതായിരുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. പടക്കോപ്പണിഞ്ഞ കുതിരകളെപ്പോലെ, അതായത് ശക്തമായ വേഗത്തിൽ കുതിരകൾ തൻ്റെ മണികൾ കിലുക്കിക്കൊണ്ട് ദൂരേന്ന് ഓടി ഇഞ്ചിലിങ്കി 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 എന്ന് പറഞ്ഞ് കുതിരകൾ ഓടി ഓടി വന്നിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. അതുപോലെ
ദൂരേന്ന് ഇതിൻ്റെ ശബ്ദ കോലാഹലങ്ങൾ, ഈ വെട്ടുക്കിളികളുടെ ശബ്ദ കോലാഹലങ്ങൾ മനുഷ്യന് കേൾക്കാൻ പറ്റുന്നു. അത് സ്വർണ്ണക്കിടീരം പോലെ എന്തോ ഒന്ന് അതിൻ്റെ മുഖത്ത് എൻ്റെ ശിരസിലുണ്ട്. മുഖം മനുഷ്യരുടെ പോലെയും അവയ്ക്ക് സ്ത്രീകളുടെ പോലുള്ള തലമുടിയും കാണപ്പെട്ടു. സിംഹങ്ങളുടെ പോലുള്ള പല്ലുകൾ, ഇരുമ്പ് കവചങ്ങൾ പോലുള്ള ശൽക്കങ്ങൾ, അവയുടെ ചിറകുകളുടെ ശബ്ദം പോർക്കളത്തിലേക്ക് പായുന്ന അനേകം അശ്വരഥങ്ങളുടെ ശബ്ദം പോലെ. അവയ്ക്ക് തേളുകളുടെ പോലുള്ള വാലും വിഷമുള്ളും ഉണ്ടായിരുന്നു. ഈ വാലുകളിൽ 5 മാസത്തേക്ക് മനുഷ്യരെ പീഡിപ്പിക്കാൻ പോകുന്ന ശക്തി ഉണ്ടായിരുന്നു. പാതാളത്തിൻ്റെ ദൂതനാണ് അവയുടെ രാജാവ്. അതിൻ്റെ പേര് ഹെബ്രായ ഭാഷയിൽ അബദോൻ, ഗ്രീക്ക് ഭാഷയിൽ അപ്പോളിയോൻ. അതിനെ നയിക്കുന്ന സാത്താൻ്റെ പേരാണ് അത് ഹെബ്രായ ഭാഷയിൽ അബദോൻ എന്നും ഗ്രീക്ക് ഭാഷയിൽ അപ്പോളിയോൻ എന്നുമാണ്. അപ്പോൾ ഇതിനെ നയിക്കുന്നത് അപ്പോളിയൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടാത്മാവാണ്, വലിയൊരു ദുഷ്ടശക്തിയാണ്, ഒരു പൈശാചികശക്തികളുടെ ദുരാത്മാവാണ്. ആ ആത്മാവാണ് ഈ തേള് പോലെയുള്ള ഈ ശൽക്കങ്ങളോട് കൂടിയ ഈ മണി കിലുക്കി കൊണ്ടുവരുന്ന ഈ വെട്ടുക്കിളികളെ നയിച്ചു കൊണ്ടുവരുന്നത്. അത് വന്ന് ജനത്തിൻ്റെ മേൽ ഇരച്ചു കയറുമെന്നും കർത്താവിൻ്റെ മുദ്രയില്ലാത്തവരെ, കർത്താവ് യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാത്തവരെ, പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയില്ലാത്തവരെ, പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധിയില്ലാത്തവരെ അത് കുത്തുമെന്നും അത് കടിക്കുമെന്നും അതിൻ്റെ കടി ഭയാനകമായ തേളിൻ്റേത് പോലെയാണെന്നും അപ്പോൾ മനുഷ്യൻ്റെ കഠിനവേദന കൊണ്ട് മനുഷ്യൻ മരണത്തെ തേടുമെന്നും എന്നാൽ മനുഷ്യൻ മരിക്കാൻ ആഗ്രഹിച്ചാലും മരിക്കാൻ പറ്റാത്ത വിധം മനുഷ്യൻ ജീവിച്ചിരുന്നുകൊണ്ട് മരണം അപ്പോൾ മനുഷ്യനിൽ നിന്ന് ഓടിയകലും. മരിക്കാൻ ആഗ്രഹിക്കും, പക്ഷേ മരിക്കാൻ പറ്റാത്ത വിധം മനുഷ്യൻ മരണമില്ലാത്ത മനുഷ്യനായിട്ട് മാറും. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്ന സമയത്ത് മരണം വരും, അത് വേറെ കാര്യം. പക്ഷേ മനുഷ്യൻ മരിക്കട്ടെ, ഞാൻ മരിക്കുന്നതാണ് നല്ലത്, ഇനി ജീവിച്ചിരുന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വേദന എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ ആഗ്രഹിക്കുമ്പോൾ മരിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ മനുഷ്യൻ്റെ വേദനയുടെ ആഴങ്ങളിൽ മനുഷ്യൻ അകപ്പെടുമെന്നും അതിൻ്റെ കാലഘട്ടവും ഡേറ്റുമെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ ആളില്ലാതെ പോയി എന്നുള്ളതാണ് ഒരു സത്യം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാസ്ത്രം ഇതിനെ ശാസ്ത്രീയ ഭാഷയിൽ കണ്ടെത്തുന്നു. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ വയ്ക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിനു മുമ്പ് ലോകാവസാന യന്ത്രത്തിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് ഇടുന്നത്. 2000, 3000, 3500 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാരിലൂടെ യന്ത്രങ്ങളെക്കുറിച്ച് കർത്താവ് സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ മിസൈലുകളെക്കുറിച്ചും ഒക്കെ ഇതിനു മുമ്പുള്ള വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ലോകാവസാന യന്ത്രത്തിലൂടെ. പ്രിയപ്പെട്ട എന്തെങ്കിലും സംശയമുള്ളവർ അത് ആ വീഡിയോയിൽ പോയി അത് കണ്ട് മനസ്സിലാക്കണം, എങ്കിലേ നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ്സുകൾ മനസ്സിലാകുള്ളൂ. അപ്പോൾ വെളിപാടിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 1-ാം വചനം മുതൽ അതിൻ്റെ വചനം വായിച്ചു കഴിയുമ്പോൾ ഈ സത്യങ്ങൾ നമുക്ക് മനസ്സിലാകും. 9 മുതൽ 1-ാം വചനം മുതൽ 11-ാം തിരുവചനം വരെ ഈ സംഭവത്തെക്കുറിച്ചുണ്ട്. അപ്പം ഈ 5 മാസം എന്ന് പറയുന്നത് ഈ വരുന്ന വർഷമോ അടുത്ത വർഷമോ അല്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കണം. 2028-ലോ 29-ലോ 30-ലോ 31-ലോ ഒന്നും അല്ല ഈ സംഭവം വരുന്നത്. 2033 ജൂലൈ മാസത്തിൽ, ഓഗസ്റ്റ് മാസത്തിൻ്റെ ആരംഭത്തിലാണ് ഇത് സംഭവിക്കുന്നത്. കാരണം ഈ 5 മാസം എന്ന് പറയുന്നത് യുഗാന്ത്യത്തിലേക്കുള്ള പുറപ്പാടാണ്. ആ സമയമാകുമ്പോഴത്തേനും ലോകം ആണവയുദ്ധത്തിലേക്കൊക്കെ പ്രവേശിക്കും. ധാരാളം സ്ഥലങ്ങളിൽ ആണവയുദ്ധങ്ങളുണ്ടാവും, വലിയ യുദ്ധങ്ങൾ ലോകത്ത് നടക്കും. 2033 യുഗാന്ത്യമാണ് എന്ന് ആദ്യം മനസ്സിലാക്കി വെക്കണം. യുഗം അവസാനിക്കുമ്പോൾ വലിയ ആഗോള യുദ്ധം ഭൂമിയിൽ സംഭവിക്കും. അത് 2027 മുതൽ യുദ്ധം തുടങ്ങും. അത് 2029 വരുമ്പോഴത്തേനും അത് എതിർ ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിലുള്ള യുദ്ധം ലോകത്ത് സംഭവിക്കും. അത് 3.5 വർഷം മുന്നിട്ട് അത് 2033 പ്രവേശിക്കും. 2033 യുഗാന്ത്യമായിട്ട് കാലം തീരും. കാരണം നമുക്കറിയാം 2024 ഇതെങ്കിൽ 2024 അതിനോട് ചേർന്ന് വരുന്ന വർഷങ്ങൾ പിന്നിടുമ്പോൾ 2033 വരെ നമുക്കറിയാം. അല്ലെങ്കിൽ 2034 ഫെബ്രുവരി 15-ാം തീയതിയാണ് ലോകം അവസാനിക്കുന്ന ഡേറ്റ് ബൈബിൾ പ്രകാരമുള്ളതെങ്കിൽ 10 വർഷം എന്ന ആ സംഖ്യ അവിടെ വരുന്നുണ്ട്. എന്നാൽ അത് 2024 ഈ യുഗം അവസാനിക്കുക ഈ 5 മാസം തുടങ്ങുന്നതിന് വേണ്ടി 9 വർഷമാണ് ഇനിയുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന സത്യം ഇതെല്ലാം പരമസത്യമാണ്. ബൈബിൾ എന്ന് പറയുന്നത് സത്യമാണ്, അത് ശരിയാണ്, അത് ന്യായമാണ്, അതാണ് നീതി. പ്രവാചകന്മാരിലൂടെ സ്വർഗത്തിൽ നിന്നും തൻ്റെ പിതാവായ ദൈവം തൻ്റെ ആത്മാവിനെ അയച്ച് പ്രവാചകരോട് സംസാരിച്ച ആ വചനങ്ങൾ അതേപടി എഴുതി വെച്ചിരിക്കുന്നതാണ് വിശുദ്ധ ഗ്രന്ഥം അഥവാ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ സത്യങ്ങളും ഓരോ വചനങ്ങളും പരമസത്യമാണ്, പരമയാഥാർത്ഥ്യമാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അതിൻ്റെ ഡേറ്റ് അടക്കമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ മതി. നാസ പറഞ്ഞിരിക്കുന്ന കേരള കൗമുദി എന്ന് പറയുന്ന ആ ചാനലിൽ കൂടെ കണ്ട കാര്യങ്ങൾ അവരത് ശാസ്ത്രം വെളിപ്പെടുത്തി അവർ പറയുന്നു, അവർ വാർത്തയായിട്ട് പറയുന്നു. പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് എവിടെയാണ് സംഭവം എന്ന് ഞാൻ പഠിച്ച് മനസ്സിലാക്കി വന്നപ്പോൾ ഞാൻ നേരത്തെ വായിച്ചൊരു ഓർമ്മയുണ്ട്. ഈ ആകാശത്ത് നക്ഷത്രം ഭൂമിയിലേക്ക് നിബന്ധിക്കുന്ന ഒരു വചനം ഞാൻ വായിച്ചിട്ടുണ്ട്. അതെവിടെയാണ് തപ്പി ഞാൻ കണ്ടുപിടിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം,
വലിയ ഒരു നക്ഷത്രം ഭൂമിയിലേക്ക് പതിക്കുമെന്നും അത് പതിക്കുമ്പോൾ അത് ഭൂമിക്കുള്ളിലെ ലാവയുടെ അടുത്ത് വരെ എത്തുമെന്നും അതിലൂടെ ലാവ പുറത്തേക്ക് വരുമെന്നും അതിൻ്റെ ചൂടും പുകയും അന്തരീക്ഷവും സൂര്യനെ മറയ്ക്കുമെന്നും എല്ലാം വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ശാസ്ത്രീയ വശമാണ് ഈ ലാവയെന്നും ഈ അന്തരീക്ഷത്തിലെ പുകയെന്നും ഒക്കെ ശാസ്ത്രീയ ഭാഷയിൽ നമ്മൾ പറഞ്ഞു. അത് ബൈബിൾ ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഈ വെളിപാടിൻ്റെ പുസ്തകം 9-ാം അധ്യായം 1-ാം തിരുവചനം അതിന് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പിന്നീട് അതിൻ്റെ സംഭവങ്ങളും ആണ് കർത്താവ്. അപ്പോൾ അതിൻ്റെ ഡേറ്റാണ് ഈ 5 മാസം എന്ന് പറയുന്നത്. 5 മാസത്തേന് മനുഷ്യനെ പീഡിപ്പിച്ച് വേദനിപ്പിക്കാനുമാണ് ഇതിനെ നിയോഗിച്ചിരിക്കുന്നതെങ്കിൽ ആ 5 മാസം എന്ന് പറയുന്നത് യുഗാന്ത്യത്തിനോട് ചേർന്ന് വരും, ആ കാലഘട്ടം വരും. അല്ലാതെ അതിന് ഇപ്പോൾ അടുത്ത വർഷമൊന്നും അല്ല പ്രിയപ്പെട്ടെ. പക്ഷേ ഈ 10 വർഷം എന്ന പരമസത്യത്തിൽ, അല്ലെങ്കിൽ 9 വർഷം എന്ന ഈ സംഭവം ആ 9 വർഷം പൂർത്തിയാകുമ്പോൾ, ഈ 2024 9 വർഷം പൂർത്തിയാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇത് സംഭവിച്ചിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. 2033 യുഗാന്ത്യത്തിലേക്ക് അടുക്കുന്നതിന്, അവസാനിക്കുന്നതിന് 5 മാസം മുമ്പ് ഇത് സംഭവം നടക്കും എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. വിസ്തീർണത്തിൽ അത് എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആധുനിക സഭ, ഇപ്പോഴത്തെ നമ്മുടെ സഭ, നമ്മൾ സഭയെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. സഭയിൽ നടക്കുന്ന അനാചാരങ്ങൾ, സഭയിൽ നടക്കുന്ന അശുദ്ധിയുടെ ചില മേഖലകൾ, സഭയിലെ വിശുദ്ധീകരണ പ്രക്രിയ ഭംഗിയായിട്ട് നടക്കുന്നതിന് പകരം അവിടെയുള്ള വസ്ത്രധാരണത്തിൻ്റെ കുറവുകൾ, ആഡംബരങ്ങൾ, കുർബാനയുടെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, ചില മെത്രാന്മാരുടെ തെറ്റായ വിവരണങ്ങൾ, വിശുദ്ധ ഗ്രന്ഥം അറിയത്തില്ലാതെ ഇരിക്കുന്ന വൈദികരും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സത്യാവസ്ഥ അറിയത്തില്ലാത്ത മെത്രാന്മാരും വചനപ്രഘോഷകരും പുരോഹിതരും, അല്ലെങ്കിൽ അത് മാർപ്പാപ്പ ആണെങ്കിൽ പോലും, മാർപ്പാപ്പയ്ക്കാണെങ്കിൽ പോലും വചനം അറിയത്തില്ലെങ്കിൽ അവർ നിശബ്ദത പാലിക്കുകയാണ് ചെയ്യേണ്ടത്. അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ തപ്പി കണ്ടുപിടിച്ച് അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. മെത്രാനോ വൈദികനോ തിയോളജിസ്റ്റോ 10 വർഷമോ 20 വർഷമോ 30 വർഷമോ തിയോളജി പഠിച്ചു, റോമിൽ പഠിച്ചു, വിദേശത്ത് പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വൈദികരോ കന്യാസികളോ മെത്രാനോ തിയോളജിസ്റ്റുകളോ ആരുമായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ വചനം അറിയത്തില്ലെങ്കിൽ അവർ നിശബ്ദത പാലിക്കുക എന്നുള്ളതാണ്. തട്ടുമുട്ട് വർത്തമാനങ്ങൾ ഒരു മെത്രാനും ഒരു വൈദികരും ഒരു വചനപോഷകനും മേലിൽ പറയാൻ പാടില്ല. കാരണം അറിയാവുന്നവർ വേറെയുണ്ട്. വചനം അറിയാവുന്ന, വചനത്തിൻ്റെ ശാസ്ത്രീയ വശവും വചനത്തിന് സ്വർഗീയ അർത്ഥവും വചനത്തിൻ്റെ സഭാതലത്തിലുള്ള അർത്ഥവും വചനത്തിൻ്റെ ഭൂമിയിലെ അർത്ഥവും വചനത്തിൻ്റെ ശാസ്ത്രീയ അർത്ഥങ്ങളും എല്ലാം അറിയാവുന്ന വ്യക്തികൾ ഈ ലോകത്തുണ്ട്. നമ്മൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചില വചനപ്രഘോഷകരുടെ വചനമൊക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ സഭയ്ക്കുള്ളിൽ ചില വൈദികർ 8 വർഷം 10 വർഷം തിയോളജി പഠിച്ചു, വലിയ മെത്രാനാണ് അല്ലെങ്കിൽ വലിയ തിയോളജിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വചനം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒന്നും അറിയത്തില്ല. ഒരു വചനത്തിന് 3 തലമുണ്ട്, അർത്ഥമുണ്ട്. അതിന് ശാസ്ത്രീയ അർത്ഥമുണ്ട്, സ്വർഗത്തിൻ്റെ അർത്ഥമുണ്ട്, സഭയുടെ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മരണാനന്തര ശേഷമുള്ള അർത്ഥമുണ്ട്. 3 തലമുണ്ട് ഒരു വചനത്തിന്. ആ 3 തലവും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഒരു വചനം എഴുതിയിരിക്കുന്നത്. അതിനാണ് സനാതന സുവിശേഷം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു കൊട്ടത്താമ്പിന് പറയാനുള്ളതല്ല ദൈവവചനം എന്ന് പറയുന്നത്. ആ വചനത്തെ അത്രമാത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത് അറിവും ജ്ഞാനവും കൂടി സമ്മിശ്രമാക്കി വചനത്തെ സംസാരിക്കാൻ കഴിയുന്ന വ്യക്തികൾ ഇന്ന് പന്തക്കുസ്തായിലും കത്തോലിക്ക സഭയിലും ഒക്കെ ഉണ്ട്. അവർ പറയുന്നത് കേട്ട് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രമേ ഒരു മെത്രാനായാലും ഒരു വൈദികനായാലും ഒരു തിയോളജിസ്റ്റ് ആയാലും പറയാൻ പാടുള്ളൂ. കാരണം അതിൽ തെറ്റുവരും. ഒരു വചനത്തിൻ്റെ 3 അർത്ഥ തലങ്ങളെ മനസ്സിലാക്കി ഗ്രഹിച്ചുകൊണ്ട് അതിൻ്റെ ശാസ്ത്രീയ തലം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സക്രിയാപുരാൻ്റെ പുസ്തകത്തിൽ അന്ന് ഞാൻ ജെറുസലേമിനെ ഭാരമേറിയ കല്ലാക്കും, അത് പൊക്കുന്നവനെ കഠിനമായ മുറിവേൽക്കും, അന്ന് ഞാൻ കുതിരകൾക്ക് പരിഭ്രാന്തിയും കുതിരക്കാരന്മാർക്ക് ഭ്രാന്തും വരുത്തുമെന്നൊരു വചനമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ലോകാവസാനത്തിൻ്റെ തുടക്കത്തിൻ്റെ ആഗോള യുദ്ധം തുടങ്ങുന്ന സക്രിയാപുരാൻ്റെ പുസ്തകത്തിലെ ഒരു വചനമാണത്. അന്ന് കുതിരകൾ എന്ന് പറയുന്നത്, അന്ന് കുതിരകൾ ഉപയോഗിച്ചാണ് യുദ്ധം ചെയ്തത്. ഇന്ന് കുതിരയുടെ സ്ഥാനത്ത് കുതിരശക്തി 1000 കുതിരശക്തിയുള്ള എഞ്ചിനുള്ള മിസൈലുകൾ ഉപയോഗിച്ചിട്ടാണ് യുദ്ധം ചെയ്തത്. ഇന്ന് കുതിരകൾ ഉപയോഗിച്ചല്ല യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശാസ്ത്രീയതയാണുള്ളത്. എന്നാൽ അവിടെ ഉപയോഗിച്ചിട്ട് കുതിരകളാണ്. കുതിരകളുടെ ഇന്നത്തെ അർത്ഥം മിസൈലുകൾ എന്നാണ്. അപ്പോൾ ആ മിസൈലുകൾ ആണ് പരിഭ്രാന്തിയും കുതിരക്കാരന്മാർക്ക് ഭ്രാന്തും വരുത്തുന്ന പറഞ്ഞാൽ കുതിരകൾ എന്ന് പറയുന്നത് മിസൈലുകൾ, കുതിരക്കാരന്മാരെന്ന് പറയുന്നത് രാഷ്ട്രത്തലവന്മാർ.
ഇങ്ങനെ വചനത്തെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ പഠിക്കുന്ന കഴിവുള്ള മെത്രാന്മാരോ അച്ഛന്മാരോ വചനപോഷകരോ വചനം പറഞ്ഞാൽ അത് തെറ്റുന്നില്ല. കാരണം അതിൻ്റെ ശാസ്ത്രീയ വശവും സ്വർഗത്തിലെ അർത്ഥവും ഭൂമിയിലെ അർത്ഥവും ഭൂമിക്ക് ശേഷമുള്ള അർത്ഥവും ഒരു ഈക്വലൈസിംഗ് ഉണ്ട്, ഒരു തുല്യതയുണ്ട്. അതിനകത്ത് തെറ്റില്ല. ഒരു കൊട്ടത്താപ്പിന് ചില മെത്രാന്മാരൊക്കെ പറയുന്നത് കൊട്ടത്താപ്പ് വചനം പറയുന്ന മെത്രാന്മാരോ അച്ഛന്മാരോ വചനപോഷകരോ ആരുമായിക്കൊള്ളട്ടെ അത് തെറ്റാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ് ഇന്ന് കാര്യങ്ങൾ പോകുന്നത്. കാരണം അത് കേൾക്കുമ്പോൾ അതിൻ്റെ കമൻറ്റ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ചില വ്യക്തികൾ പച്ചയായിട്ട് തന്നെ തോന്നുന്നത് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, പൊട്ടത്തരമാണ്, തെറ്റാണ് പറഞ്ഞത് സഹോദര അല്ല സഹോദരി എല്ലാം എത്രാനെ നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തുകൊണ്ടാണ് ജനം അങ്ങനെ പ്രതികരിക്കുന്നത്? അത് തെറ്റാണെന്ന്. എന്നാൽ ശരി പറയുന്ന വ്യക്തി ആര് പറഞ്ഞാലും ബ്രദറെ നിങ്ങൾ പറഞ്ഞ ശരിയാണ്, അതാണ് എൻ്റെ ശരിയെന്ന് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ അടിയിൽ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ആ കേട്ട വ്യക്തി അത് ഗ്രഹിച്ചു സത്യമാണെന്ന്. അവൻ്റെ ആത്മാവ് അവനോട് സംസാരിച്ചു. അതുകൊണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് മെത്രാനായിക്കോട്ടെ, വൈദികരായിക്കോട്ടെ, തിയോളജി പഠിച്ച തിയോളജിസ്റ്റ് ആയിക്കോട്ടെ, വലിയ വചനപ്രഘോഷകനായിക്കോട്ടെ, വചനപ്രഘോഷണം നടത്തുന്ന സഭയുടെ തലപ്പത്തിരിക്കുന്ന സഭയെ നയിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവവചനം അറിയാമെങ്കിലേ പറയാവുള്ളൂ. അറിയത്തില്ലെങ്കിൽ വായനക്കരുത്. സഭയെ നയിക്കുന്ന ഒരു സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ സ്ഥാനത്ത് ആ വ്യക്തിക്ക് ഇരിക്കാം. കാരണം ആ സ്ഥാനത്ത് നിയമിച്ചു കൊടുത്ത അധികാരികളോ അല്ലെങ്കിൽ സഭാചട്ടങ്ങളോ വ്യക്തികളോ ആ സഭയുടെ സ്ഥാനത്ത് ഇരുന്നോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷേ വചനത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് ഒരു തലമുറയ്ക്ക് വേദന കൊടുക്കരുത്. ക്രിസ്ത്യാനികളെ ക്രിസ്തുവിൽ വിശ്വസിച്ച് മെത്രാന്മാരെയും വൈദികരെയും സഭയും വിശ്വസിച്ച് ക്രിസ്ത്യാനികളായിട്ട് അവരുടെ പിന്നാമ്പുറങ്ങളിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരു വലിയ ജനത്തോട് ചെയ്യുന്ന ദുഷ്ടതയായിരിക്കും ഇത്തരം തെറ്റായ പ്രബോധനങ്ങൾ മെത്രാന്മാരോ വൈദികരോ ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, ഈ തെറ്റായ പ്രബോധനങ്ങൾ കൊടുക്കുന്ന മെത്രാനോ വൈദികനോ സഭയിലെ ആരുമോ ആയിക്കൊള്ളട്ടെ, അവരുടെ അവസാനം എന്തായിരിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവർ മരണത്തെ തേടും, എന്നാൽ മരണം അവരിൽ നിന്ന് ഓടിയെങ്കിലും. അത് മെത്രാനായിക്കോട്ടെ, എൻ്റെ ദൈവമേ ഈ പീഡ സഹിക്കാൻ എനിക്ക് വയ്യ, എന്നെ വിളിക്കണമേ, എന്നെ മരണത്തിലേക്ക് എടുക്കണമേ എന്ന് ഈ മെത്രാനോ വൈദികരോ ഒക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോലും മരിക്കാൻ പറ്റിയില്ല. ഈ തേള് കുത്തുക തന്നെ ചെയ്യും. ഈ തേളിൻ്റെ കുത്തിൽ നമ്മുടെ സഭാ തലപ്പത്തിരിക്കുന്ന പല വൈദികർക്കും പല മെത്രാന്മാർക്കുമായിട്ട് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുകയാണ്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര അവരിലില്ല എന്ന് തെളിയിക്കുന്ന തെറ്റായ പ്രബോധനം കൊടുക്കുന്ന മെത്രാന്മാരോ വൈദികരോ വചനപ്രഘോഷകരോ ആരുമായിക്കോട്ടെ, അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ തേളിനെ ഉപയോഗിച്ച് കർത്താവ് കുത്തും. അവർ മരണത്തെ തേടും, എന്നാൽ മരണം അവർ ഓടിയെങ്കിലും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ വ്യക്തമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വ്യക്തമായിട്ട് സംസാരിക്കുമ്പോൾ അത് തന്നെ ഇത്ര ഇൻഡയറക്റ്റായിട്ട് സംസാരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരാണ് തെറ്റായ പ്രബോധനം കൊടുത്തത്, ആരാണ് മോശമായി പഠിപ്പിച്ചിട്ടുള്ളത്, ആരുടെ മോശമായ പഠനമാണ് ഇന്ന് ജനങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അത് വൈറലായിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇതുവരെ ശാസ്ത്രീയമായിട്ടും അത് ആത്മീയമായിട്ടും കാലഘട്ടത്തിൻ്റെ സനാതന സുവിശേഷം കൊടുത്തുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന വ്യക്തികളെ നിങ്ങൾ കണ്ടെത്തി അവരിൽ നിന്ന് പ്രബോധനം നേടണം. നമ്മുടെ തെറ്റായ പ്രബോധനം തന്ന് തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന മെത്രാന്മാരെയും തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന അച്ഛന്മാരെയും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്ന വചനപ്രഘോഷകരെയും നിങ്ങൾ സൂക്ഷിച്ചിരുന്നോണം, കരുതിയിരണം. കാരണം സഭയെ തകർക്കാൻ വരുന്നത് പുറത്തു നിന്നല്ല, സഭയ്ക്കുള്ളിൽ തന്നെയുള്ള വ്യക്തികളാണെന്ന് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചില ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കത്തോലിക്ക സഭയെ, ദൈവത്തിൻ്റെ മഹത്തായ സഭയെ, ഈ പരമപരിശുദ്ധമായ ഈ സംവിധാനത്തെ, ഈ കെട്ടുറപ്പുള്ള ഒരു സംവിധാനത്തെ സാത്താന് ഒട്ടും ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം ഇത് സത്യസഭയാണെന്നും സഭ പരിശുദ്ധമാണെന്നും സഭയിലെ കൂദാശകൾ പരിശുദ്ധമാണെന്നും ഇതനുസരിച്ചാണ് ലോകം മുന്നോട്ട് പോകുന്നതെന്നും വിവാഹവും മറ്റു കൂദാശകളുമെല്ലാം പരമപരിശുദ്ധവും അതിൻ്റെ ശക്തിയും മഹത്വമുള്ളതാണെന്നും സാത്താൻ അറിയാവുന്നതുകൊണ്ട് അത്തരം സാത്താൻ ഇത്തരം മെത്രാന്മാരിലോ വചനപ്രഘോഷകരിലോ കയറി കൂടിക്കൊണ്ട് സഭയെ തകർക്കുമെന്നുള്ളത് യാതൊരു സംശയം വേണ്ട. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ കർത്താവ് വന്നിരിക്കുന്നത് ഒരു വചനമുണ്ട്, അവർ വിശുദ്ധരോടും ക്രിസ്തുവിൻ്റെ സാക്ഷികളിലും പടപൊരുതി അവരെ കീഴ്പ്പെടുത്താനും അതിന് അനുവാദം നൽകപ്പെട്ടു. വെളിപാടിലൊരു വചനമാണത്. അപ്പോൾ വിശുദ്ധരെന്ന് പറയുന്നത് ഇസ്രായേൽ ജനം, ക്രിസ്തുവിൻ്റെ സാക്ഷികൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ. അപ്പം ഇസ്രായേൽ ജനത്തെയും ക്രിസ്ത്യാനികളെയും തകർക്കുവാൻ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവരാണ് തകർക്കുന്നത്. പുറത്തുള്ളവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അവർക്ക് കുറച്ച് വിമർശനം പറയാം, അല്ലെ തെറ്റായ രണ്ട് പ്രബോധനം കൊടുക്കാം, അത് അന്നേരം ശരി മനുഷ്യൻ തേടിപ്പോവും ബൈബിളിലേക്ക്.
ശരി കണ്ടെത്തുമ്പോൾ അവരുടെ പ്രബോധനം ശരിയാണ്, ദൈവം പറഞ്ഞ വചനം ശരിയാണെന്ന് കണ്ടുകൊണ്ട് അവരാരും പിന്നെ ഈ തെറ്റായ പ്രബോധനത്തിന് പുറകെ പോകുകയില്ല. പക്ഷേ സഭയെ നയിക്കുന്നവർ തെറ്റായ പ്രബോധനം തന്നുകൊണ്ട് ഇതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ കുർബാനയിലെ ക്രമീകരണത്തിൻ്റെ മാറ്റങ്ങൾ, കുർബാനയുടെ ഘടനയിലെ പാട്ടിൻ്റെ മാറ്റങ്ങൾ, പ്രാർത്ഥനയുടെ മാറ്റങ്ങൾ, അതിൻ്റെ മുന്നോട്ട് പിന്നോട്ട് സംവിധാനത്തിൻ്റെ തർക്കങ്ങൾ, ഇതെല്ലാം തെറ്റായ പ്രബോധനങ്ങളാണ്. ഈ തെറ്റായ പ്രബോധനം തന്നുകൊണ്ട് നമ്മുടെ പരിശുദ്ധ കത്തോലിക്ക സഭയെ തകർക്കാൻ വരുന്ന വ്യക്തി ആരുമായിക്കോട്ടെ, അത് അച്ഛനായിക്കോട്ടെ, മെത്രാനായിക്കോട്ടെ, വചനപുരുഷനായിക്കോട്ടെ, ആരായിക്കോട്ടെ, തിരിച്ചറിയണം പ്രിയപ്പെട്ടവർ. അവർക്കെതിരെ പ്രതികരിക്കുകയും അവരെ നോക്കി ശ്രദ്ധിക്കുകയും ചെയ്യണം നമ്മൾ. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഈ പ്രബോധനം, ഈ മുന്നറിയിപ്പ് തന്നുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. അതുകൊണ്ട് ഈ വെളിപാടിൻ്റെ പുസ്തകം 9-ാം അധ്യായം 1-ാം തിരുവചനം, അതിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന തേളുകളുടെ കുത്ത് 5 മാസത്തേക്ക് പീഡിപ്പിച്ച് മരണത്തെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭീകരമായ സംഭവം ഇവർക്ക് വേണ്ടി കർത്താവ് കരുതി വെച്ചിരിക്കുകയാണ്. അതിൽ നമ്മൾ പെട്ടുപോകരുത്. ആ തേൾ നമ്മളെ കുത്താൻ അനുവദിക്കരുത് പ്രിയപ്പെട്ടവരെ. അതിൻ്റെ വേദന നമുക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം അത് അപ്പോൾ എന്ന പൈശാചി ശക്തിയോടെ കയറി വരുന്ന പൈശാചിക തേളുകളാണ്. അതിൻ്റെ മുഖം മനുഷ്യൻ്റേതുപോലെയും, അതിൻ്റെ വാല് തേളിൻ്റേതുപോലെയും, അതിൻ്റെ ചിറകുകൾ പക്ഷിയുടേതുപോലെയും, അതിൻ്റെ മുടി സ്ത്രീയുടെ മുടി പോലെയും ഒരു പൈശാചി രൂപമുള്ള വസ്തുവാണ്. അതിൻ്റെ ശബ്ദം നമ്മൾക്ക് കേട്ടാൽ തന്നെ പേടിയാവുന്നതാണ് വിശുദ്ധ പതിരിക്കുന്നത്. ഇത് എന്ന് സംഭവിക്കും, അതിൻ്റെ ഡേറ്റ് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മുന്നറിയിപ്പോടെ നിങ്ങൾ സംസാരിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ. കത്തോലിക്ക സഭയെയും നമ്മുടെ വിശ്വാസത്തെയും വിശുദ്ധിയെയും തകർക്കുവാൻ സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ പൈശാചികൾ തലവെക്കുമെന്നുള്ളൊരു തെളിവാണ് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ നടക്കുന്ന വലിയ വിവാദങ്ങൾ, സഭയ്ക്കുള്ളിലെ വിവാദങ്ങൾ, സഭയുടെ പൊട്ടിത്തെറികൾ, വൈദികർ തമ്മിലുള്ള അകൽച്ച, വിശുദ്ധിയുടെ കുറവ്, അശുദ്ധിയെ കണ്ണുകൊണ്ട് കാണുകയും ഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് തെറ്റായ മീഡിയത്തിൻ്റെ ഉപയോഗം, അതിന് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ നാശം സംഭവിക്കുന്ന അശുദ്ധിയുടെ കാണലും കേൾക്കലും, ഇതെല്ലാം ശ്രദ്ധാപൂർവം നമ്മൾ ഒരുങ്ങിയിരിക്കണം. കർത്താവിനെ പറഞ്ഞ് നിങ്ങൾ സദാ ജാഗരൂകരായിരിക്കുവിൻ. നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പൂജിക്കുവിൻ. ഈ ലോകത്തോട് നിങ്ങൾ അനുരൂപരാകരുത്. ഇതൊക്കെ കർത്താവ് അനേകം മുന്നറിയിപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. പ്രിയ സഹോദരരെ, ഞാൻ ഈ നാസയുടെ വാർത്ത കേട്ടപ്പോൾ ഞാൻ ഈ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്കറിയാം ഈ ലോകത്ത് നടക്കുന്ന ഓരോ ചലനങ്ങളും, ഈ ലോകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കും. ഇന്ന സംഭവങ്ങളാണ് ഇന്ന സ്ഥലത്ത് സംഭവിച്ചിരിക്കുന്നത്, ഇന്നതാണ് ഇനി വരാൻ പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ കടലോരങ്ങൾ എത്ര ഭയാനകമായിട്ട് നമ്മൾ കാണുന്നു. കർത്താവ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ട്. ജ്ഞാനത്തിൻ്റെ ആ അധ്യായം ഇത് ഞാൻ നോക്കി നിങ്ങൾ പിന്നീട് പറയാം. അവിടെ ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ കർത്താവ് എഴുതി വെച്ച വചനം ഇപ്രകാരമാണ്: തിന്മ വർദ്ധിക്കുന്നിടത്ത് തിന്മ ചെയ്യുന്ന മനുഷ്യനെതിരെ പ്രകൃതിയിലെ വസ്തുക്കൾ അണിനിരക്കും, മനുഷ്യനെതിരെ അണിനിരക്കും. അതാണ് ആ വചനം. ആ വചനത്തിനും തിന്മ ചെയ്യുന്ന ജനത്തിനെതിരെ, തിന്മ ചെയ്യുന്ന രാഷ്ട്രത്തിനെതിരെ അവിടുത്തെ പ്രകൃതി ശക്തികൾ മനുഷ്യനെതിരെ അണിനിരുന്നുകൊണ്ട് യുദ്ധം ചെയ്യും. ആ പ്രകൃതി ശക്തികൾ നമ്മളോട് യുദ്ധം ചെയ്യും. ഉദാഹരണം വെള്ളപ്പൊക്കം, 2 പേമാരികൾ, 3 കൊറോണ പോലത്തെ ഉള്ള സംഭവങ്ങൾ, 4 യുദ്ധങ്ങൾ, പിന്നെ മറ്റ് ഭൂമിയിൽ ചൂട് വർദ്ധിക്കുന്ന അവസ്ഥ, മഞ്ഞുരുകുന്ന അവസ്ഥ, വെള്ളപ്പൊക്കങ്ങൾ, വലിയ ഭീകര രോഗങ്ങൾ, ഇതെല്ലാം പ്രകൃതി ശക്തികൾ നമുക്കെതിരെ അണിനിരുന്നുകൊണ്ട് നമ്മൾക്കെതിരെ അവർ യുദ്ധം ചെയ്യും. അവിടെ മനുഷ്യൻ പരാജയപ്പെടും. ഭൂമിയിലൊക്കെ ഉണ്ടായ മനുഷ്യൻ പരാജയപ്പെടും. കൊറോണ വന്നപ്പോൾ മനുഷ്യൻ പരാജയപ്പെട്ടു. ഇതെല്ലാം നമ്മൾ ഓർത്തു വയ്ക്കണം പ്രിയപ്പെട്ടവരെ. അതിനാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മെ എല്ലാവരെയും ജ്ഞാനത്തിൻ്റെ വരം കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജ്ഞാനം, വിശുദ്ധിയുടെ ജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഇടവരട്ടെ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനാപൂർവ്വം കർത്താവായ യേശു ക്രിസ്തു മുമ്പിൽ ആയിരിക്കാം. അതിനെ നമ്മെല്ലാവരും യേശുനാഥൻ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.